മാധു നമ്മളൊക്കെ മാധുവിൻ്റെ മുഖം കണ്ട് മാധുവിൻ്റെ അഭിനയം കണ്ട് ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു നടിയാണ് മാധു. ഇപ്പം മാധു എവിടെയാണെന്ന് ആർക്കും അറിയാം, ചിലവർക്ക് അറിയാം, ചിലവർക്ക് അറിയില്ല. അപ്പോൾ മാധുവിനെ ഒരു പരിചയപ്പെടുത്തലാണ് നമ്മുടെ ഈ വീഡിയോ. മാധു പെരുന്തച്ചൻ എന്ന സിനിമയിലെ നായികയായിട്ടാണ് ആദ്യമായിട്ടല്ല, പൂരമൊക്കെ കഴിഞ്ഞതിന് ശേഷം. പൂരാണ് ആദ്യത്തെ സിനിമ. നമ്മുടെ നെടുമുടി വേണു സംവിധാനം ചെയ്ത പൂരാണ് മാധുവിൻ്റെ ആദ്യത്തെ സിനിമ. അതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് ഗംഭീര ഒരു ഓഫർ വരണം. എന്താണ്? പെരുന്തച്ചനിൽ MTയുടെ തിരക്കഥയിൽ ഒരു സിനിമ, ആ സിനിമയിൽ നായികയായിട്ട് മൂപ്പരെ ഫിക്സ് ചെയ്യുക. എന്ത് ചെയ്യാം? ഷൂട്ടിംഗ് അടുത്തോട് കൂടിയിട്ട് ആ നായിക വേഷം തെറിച്ചു. അത് മോനിഷ തട്ടിയെടുത്തു. അപ്പോൾ ആ ഒരു നായിക വേഷം ഇന്നും ദുഃഖത്തോട് കൂടിയിട്ടാണ് ഓർമ്മിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു MTയുടെ കഥയിൽ ഇത്രയും ഫേമസ് ആയുള്ള ഒരു സിനിമയിൽ ആ ചാൻസ് പോയതിൽ ഒരുപാട് ദുഃഖിച്ചു, വിഷമിച്ചു. കുടുംബക്കാരും അമ്മയും അച്ഛനും എല്ലാവരും വിഷമിച്ചു. മാധുവിന് ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ വരെ വന്നു. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സിനിമകളും അന്ന് കമ്മിറ്റ് ചെയ്ത സിനിമകൾക്ക് വരെ ഷൂട്ടിങ്ങിന് പോകാണ്ട് നിന്നു. അപ്പോൾ അമ്മയ്ക്ക് മകളുടെ ഈ ഇത് കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി. അവർ ക്രിസ്ത്യാനികളല്ല, പക്ഷേ അവിടെ അടുത്തുള്ളൊരു മാതാവിൻ്റെ പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിച്ചു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾക്ക് ഇപ്പോൾ നല്ലൊരു ക്യാരക്ടർ വന്നു, അത് പോയി. മലയാള സിനിമയിൽ ഇനി അവൾക്ക് ഇനി ഇതുപോലൊരു ക്യാരക്ടർ വന്നാലാണ് അവളുടെ ജീവിതം ഒന്ന് നേരെയാവാൻ പറ്റുള്ളൂ, സിനിമാ ഫീൽഡൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവളുടെ ആഗ്രഹം അതാണ് എന്ന് പറഞ്ഞിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഭരതൻ്റെ ഫോൺ വരുന്നത്. ഭരതൻ്റെ ഫോൺ വന്നതാണ് അമരം എന്ന ചിത്രത്തിലേക്ക് നല്ലൊരു ക്യാരക്ടർ. അപ്പോൾ ഇത് നമ്മുടെ മാതാവിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് അവരച്ഛനും അമ്മയും മാധവൊക്കെ കണക്കാക്കുന്നത്. പിറ്റേ ദിവസം തന്നെ പോയി അവർ ഭരതനെ കാണുന്നു. അങ്ങനെ ഭരതൻ കണ്ട വഴിക്ക് തന്നെ പറഞ്ഞു, നമ്മുടെ കഥാപാത്രത്തിന് അനുയോജ്യമായുള്ള മുഖം എല്ലാം കറക്റ്റ്, അശോകൻ്റെ ജോഡിയായിട്ട്. അപ്പോൾ പെരുന്തച്ചനിൽ പോയ നഷ്ടം അമരത്തിൽ നികത്തി. പക്ഷെ എന്നിട്ടും പെരുന്തച്ചനിലെ കഥാപാത്രം എപ്പോഴും മനസ്സിലൊരു നഷ്ടത്തിൽ തന്നെ ഇരിക്കുന്നത്. അതുപോലെ പെർഫോം ചെയ്തൊരു പടമാണ് മോനിഷ പടത്തിൽ. അത്രയും ഫേമസ് ആയുള്ള പടം, ഭയങ്കര ക്ലാസിക് പടമാണ് അത്. തിലകനൊക്കെ ആയിട്ട് അഭിനയിച്ച ഭയങ്കര ഒരു സിനിമ അത്. പക്ഷെ അതിൻ്റെ ഒരു നഷ്ടം ഇതിൽ നെഗറ്റീവെന്നല്ല, പക്ഷെ ഇതിൽ നല്ലൊരു ടീമിൻ്റെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാധുവിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മാധുവിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധു വിവാഹം കഴിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഷ്ടപ്പെട്ട ഒരു ആളിന് കല്യാണം കഴിച്ചത്. ആ കല്യാണം കഴിച്ചിട്ട് ശരിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, പീഡനങ്ങൾ. അമേരിക്കക്കാരനാണ് കല്യാണം കഴിച്ചത്. അങ്ങനെ ഒരുപാട് സിനിമാഭിനയമൊക്കെ നിർത്തി നല്ല നല്ല സിനിമകൾ വന്നു. അതിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന സമയത്താണ് സന്ദേശം എന്ന് പറഞ്ഞ സത്യനന്ദി കണ്ട പടം, ഏകലവ്യം വന്നു, കുട്ടേട്ടൻ വന്നു, അതുപോലെ വാരബലം വന്നു, പിന്നെ കപ്പലിൽ തന്നെ എന്ന് പറഞ്ഞ പടം വന്നു, മലപ്പുറം ഹാജി ജോജി എന്ന് പറഞ്ഞൊരു പടമുണ്ട്, അതിൽ വന്നു, മാട്ടുപ്പെട്ടി മച്ചാനിൽ വന്നു, സതയം ഏറ്റവും നല്ലൊരു സിനിമയാണ് സതയം മോഹൻലാലിൻ്റെ കൂടെ. അതിൽ നല്ല അസല് ശ്രദ്ധിക്കപ്പെടുന്ന വേഷമാണെന്നാൽ അതും മനോഹരമായിട്ട് അഭിനയിച്ചു. 50ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ചു. അങ്ങനെ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ 2000-ലാണ് ഒരു സിനിമയിൽ അഭിനയിച്ചു. മുത്തു എന്നാണ് ആ പടത്തിൻ്റെ പേര്. ആ പടം റിലീസായില്ല. അതോടുകൂടി പടത്തിൽ അഭിനയിക്കുന്നത് തിരശ്ശീല വീണു. പിന്നെ അഭിനയത്തിലേക്ക് ഞാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് അമേരിക്കയിലേക്ക് പോവുക. ഒരു മലേഷ്യ ഡോക്ടറാണ് കല്യാണം കഴിച്ചത്. ആദ്യത്തെ കല്യാണം ഡൈവോഴ്സായി എന്ന് മാത്രമല്ല ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ആദ്യത്തെ ബന്ധം വേണ്ടെന്ന് വയ്ക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അമേരിക്കയിലെ മലേഷ്യൻ ഡോക്ടറായിട്ട്, മലേഷ്യൻ വംശകനാണ് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് എന്നാണ്. അപ്പോൾ ആദ്യത്തെ കല്യാണത്തിൽ കുട്ടികളൊന്നുമില്ല. രണ്ടാമത്തെ കല്യാണത്തിലാണ് ഒരു പെൺകുട്ടിയുണ്ട്. അപ്പോൾ ശരിക്ക് മാധുവിൻ്റെ ജീവിതം പച്ച പിടിച്ചതും നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയതും രണ്ടാമത്തെ കല്യാണത്തിലാണ്. ഒന്നിൽ പഴച്ചു, രണ്ടാമത്തെ കല്യാണത്തിലാണ്. അപ്പോൾ സുഖമായിട്ട് ഒരു മകളോടൊപ്പം സുഖമായിട്ട് ഇപ്പോൾ മാധു ജീവിക്കുന്നുണ്ട്. പൂരം എന്ന് പറഞ്ഞൊരു പടത്തിലാണ് മാധു ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ആ പൂരം എന്ന് പറഞ്ഞ പടം ഒരു വിജയം ഉണ്ടായില്ല. അത് 8 നിലയിൽ പൊട്ടിയൊരു പടമാണ്.
പക്ഷെ അതിലത്തെ അഭിനയം കാരണമാണ് ഇത്രയും സിനിമകളിൽ മാധുവിന് കിട്ടിയതും ഇത്രയും മലയാളി പ്രേക്ഷകരെ നെഞ്ചിലേറ്റിയതും ഒരുപാട് മലയാളി പ്രേക്ഷകരെ സ്വന്തമാക്കിയ ഒരു നടിയാണ് മാധു. നമ്മൾ എത്ര നാൾ കഴിഞ്ഞാലും അന്നത്തെ കാലത്തെ മാധുവിൻ്റെ പെർഫോമൻസും മാധുവിൻ്റെ ആ നിഷ്കളങ്കമായ മുഖം എന്നും നമ്മുടെ മുമ്പിലുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇനി സിനിമയിലേക്കൊന്നും വരണ്ട. അപ്പോൾ അടുത്ത് ഇവിടെ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, കുറച്ച് ഇൻ്റർവ്യൂ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മാധു പണ്ടത്തേക്കാളൊക്കെ ഒന്ന് മാറി, എന്നാലും തടി അധികം വെച്ചിട്ടില്ല. അപ്പോൾ ഇനി സിനിമയിലേക്കൊന്നും വരണ്ട, നല്ല രീതിയിൽ കുടുംബം കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കട്ടെ. നമ്മൾക്കൊക്കെ ഇഷ്ടപ്പെട്ട നടികൾ നല്ല നിലയിൽ ജീവിക്കുന്ന അതിൽ നമുക്ക് വളരെ സന്തോഷം. ഇത്രയുള്ള മാധുവിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.